എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് ചാർജിങ് റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് എന്നുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ് റിവേഴ്സ് ചാർജ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് ഏതൊക്കെയാണ് പഠിച്ചു. ഇന്ന് നമ്മൾ സപ്ലൈ ഓഫ് സർവീസസ് ആണ് പഠിക്കുന്നത് അണ്ടർ റിവേഴ്സ് ചാർജ് ഓർ RCM മെക്കാനിസം എന്ന് പറയും. അപ്പോൾ നമ്മൾ CMAയുടെ ടെക്സ്റ്റ് ബുക്കാണ്, ഇൻ്റർമീഡിയറ്റിലെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ പേജ് നമ്പർ 50, 51 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു ടേബിൾ ബേസിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുവിധം വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് സപ്ലൈ ഓഫ് റിവേഴ്സ് ചാർജ് എന്താണെന്ന് മനസ്സിലാക്കി. റിവേഴ്സ് ചാർജ് എന്താ? റെസിപ്പിയൻ്റ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കേണ്ടത്. അവർ വാങ്ങുന്ന സാധനത്തിനോ സേവനത്തിനോ ആയാലും അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന റെസിപ്പിയൻ്റ്. ആരാണോ സർവീസ് റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് അയാളാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത്. അതാണ് സപ്ലൈ ഓഫ് സർവീസസ് അണ്ടർ റിവേഴ്സ് ചാർജ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ സപ്ലയേഴ്സിൻ്റെ പേര്, അതേപോലെ റെസിപ്പിയൻ്റെ പേര്, അതേപോലെ 8 കാറ്റഗറി ഓഫ് സർവീസസ് ആണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ നോക്കാം. സപ്ലൈ ഓഫ് സർവീസസ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ റോഡ്. എന്താണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഗുഡ്സ് റോഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യാണ്. അതായത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സർവീസ് കൊടുക്കുന്ന ആൾക്കാർ, അവർ നമ്മൾ GTA അതുപോലെ അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി എന്നാണ് പറയുക. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ലോറികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ഗുഡ്സ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നതിനുള്ള സർവീസ് കൊടുക്കുന്നു. അതിനുള്ള കറക്റ്റായിട്ടുള്ള റെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ മേടിക്കും. ഡ്രൈവറിൻ്റെ സാലറി, അതേപോലെ വണ്ടിയുടെ ഫ്യൂവൽ കാര്യങ്ങളെല്ലാം, മെയിൻ്റനൻസിനുള്ള എല്ലാ ഒരു ചാർജായിട്ട് ഒരു എമൗണ്ട് മേടിക്കും. അവർ ഗുഡ്സ് എവിടേക്കാണോ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതായത് വണ്ടികൾ അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് കൊടുക്കുന്ന ഏജൻസി, അതിനാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി ആണെങ്കിൽ സപ്ലയർ ആയ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിയാണ്, GTA ആണ്. അവരാർക്കാണ് സർവീസ് കൊടുക്കുന്നത്? എനി ഫാക്ടറി രജിസ്റ്റേർഡ് അണ്ടർ ദി ഗവൺമെൻറ് ബൈ ദി ഫാക്ടറീസ് ആക്ട്. എന്താ ഫാക്ടറീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഫാക്ടറിക്കോ, അല്ലെങ്കിൽ പിന്നെ എനി സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. ഏതെങ്കിലും സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1960 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾക്കോ. അടുത്ത എനി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ, അല്ലെങ്കിൽ എനി പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ GST രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തി, അവരാണ് ഇതിൽ പറയുന്നത്. അതുകൂടാതെയോ എനി ബോഡി കോപ്പറേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അണ്ടർ എനി ലോ. ഏതെങ്കിലും ബോഡി കോപ്പറേറ്റിനോ, അല്ലെങ്കിൽ എനി പാർട്ട്ണർഷിപ്പ് ഫേം, ഏതെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേമിനോ, എനി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ഇവർക്കോ കാഷ്വൽ ടാക്സബിൾ പേഴ്സണോ. ഇവരെല്ലാവരും എവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം? ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി GTA ആണ് സപ്ലയർ. റെസിപ്പിയൻ്റ് ഫാക്ടറി ആവാം, സൊസൈറ്റി ആവാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയാവാം, അല്ലെങ്കിൽ ബോഡി കോപ്പറേറ്റ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആവാം. ഇവർക്ക് ആർക്കെങ്കിലുമാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി സർവീസ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഇത്രയും വ്യക്തികളാണ്. ഓക്കെ. പിന്നെ ഒരു കണ്ടീഷൻ കൂടി പറയുന്നത് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ഇവരെല്ലാവരും ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെ ഇരിക്കണം? ടാക്സബിൾ ടെറിട്ടറിയിലായിരിക്കണം. ഓക്കെ. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താ പറയുന്നത്? സർവീസസ് പ്രൊവൈഡഡ് ബൈ എ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ഓർ ഇൻക്ലൂഡിങ് എ സീനിയർ അഡ്വക്കേറ്റ് ഫേം അഡ്വക്കേറ്റ്സ് ബൈ വേ ഓഫ് ലീഗൽ സർവീസസ്. എന്താണ് അഡ്വക്കേറ്റ് പറഞ്ഞാൽ വക്കീൽ അല്ലേ? അപ്പോൾ ഒരു വക്കീൽ അല്ലെങ്കിൽ വക്കീലിൻ്റെ ഒരു സ്ഥാപനം, ഒരു ഫേം, ഇപ്പോൾ അഡ്വക്കേറ്റ്സ് 1, 2, 3 അഡ്വക്കേറ്റ്സൊക്കെ ആയിട്ട് ഒരു ഫേം, ഒരു സ്ഥാപനം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ഫേം ആവാം, അല്ലെങ്കിൽ ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവാം. ഇവർ ആരുമായിക്കോട്ടെ, ഇവരെന്ത് ചെയ്യാണ്? സർവീസ് കൊടുക്കുകയാണ്. എന്ത് സർവീസാണ് കൊടുക്കുന്നത്? ലീഗൽ സർവീസസ്. അവരുടെ കൊടുക്കുന്നത് ലീഗൽ സർവീസസ് ആണ്. അത് ചിലപ്പോൾ കൺസൾട്ടൻസി സർവീസസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും സർവീസസ് കൊടുക്കുകയാണെങ്കിൽ, ആർക്ക് കൊടുക്കുകയാണെങ്കിൽ എനി ബിസിനസ് എൻറ്റിറ്റി ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി.
അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് ആര് സർവീസ് കൊടുക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ സീനിയർ അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഫേം ഓഫ് അഡ്വക്കേറ്റ്സോ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് ഒരു ലീഗൽ സർവീസസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ടാക്സ് അടയ്ക്കേണ്ടത് ആരാ? റെസിപ്പിയൻ്റ് ആണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടത് സപ്ലയർ അല്ല. സപ്ലയർ ആരാ അവിടെ? അഡ്വക്കേറ്റ് ആണ്. പക്ഷേ റെസിപ്പിയൻ്റ് ആരാ? ബിസിനസ് എൻറ്റിറ്റിയാണ്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുന്ന സർവീസിന് ടാക്സ് അടയ്ക്കേണ്ടത് ആരാ? ബിസിനസ് എൻറ്റിറ്റിയാണ്. അവരാണ്. എന്തുകൊണ്ട്? ഇത് റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ്. ഇവിടെ റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ. ദെൻ മൂന്നാമത് എന്താ? സർവീസസ് സപ്ലൈഡ് ബൈ ആർബിട്രൽ ട്രൈബ്യൂണൽ ടു എ ബിസിനസ് എൻറ്റിറ്റി. എന്താണ് ഇവിടെ സർവീസ് കൊടുക്കുന്ന ആരാ? ആർബിട്രൽ ട്രൈബ്യൂണലാണ്. അതായത് ഇപ്പോൾ നമ്മൾ കോടതിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു 10 അംഗ സംഘം ചേർന്നിട്ടുള്ള ബെഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ലോ പ്രകാരം പറയുന്നുണ്ടല്ലോ, പേപ്പറിലൊക്കെ കാണാറുണ്ട് ചിലപ്പോൾ. 10 അംഗ സംഘം ചേർന്നിട്ടുള്ള ബെഞ്ച് തീരുമാനമെടുത്തു എന്നൊക്കെ പറയും. അതാണ് ആർബിട്രൽ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ആർക്ക് സർവീസ് കൊടുക്കുകയാണ്? ഇനി ബിസിനസ് എൻറ്റിറ്റിക്ക് സർവീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? ബിസിനസ് എൻറ്റിറ്റിയാണ്. ഓക്കെ, അവരാണ് റെസിപ്പിയൻ്റ്, അതുകൊണ്ട് അവരാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ദെൻ അടുത്ത കാര്യം നാലാമത്തെ എന്താ? സർവീസസ് പ്രൊവൈഡ് ബൈ എ വേ ഓഫ് സ്പോൺസർഷിപ്പ് ടു ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം. ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റിനോ സ്പോൺസർഷിപ്പ് കൊടുക്കുകയാണ്. എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ആരെങ്കിലും കൊടുക്കുകയാണ്, ഏതെങ്കിലും വ്യക്തി ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നു? ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? റെസിപ്പിയൻ്റ് ആണ്. റെസിപ്പിയൻ്റ് ആരാ അവിടെ? ബോഡി കോർപ്പറേറ്റോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമോ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത്? സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ബോഡി കോർപ്പറേറ്റിനോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനോ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? ബോഡി കോർപ്പറേറ്റോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമോ ആയിരിക്കും എന്നാണ് പറയുന്നത്. then അഞ്ചാമത്തെ എന്താ? സർവീസസ് സപ്ലൈഡ് ബൈ എ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി ഓർ ലോക്കൽ അതോറിറ്റി ടു ദി ബിസിനസ് എൻറ്റിറ്റി. അതാണ് ഇവിടെ സർവീസ് കൊടുക്കുന്ന ആരാ? സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആവാം. ആർക്ക് കൊടുക്കുന്നു? എനി ബിസിനസ് എൻറ്റിറ്റി, ഏതെങ്കിലും ബിസിനസ് എൻറ്റിറ്റി അവരെന്ത് ചെയ്യണം? ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ടാക്സബിൾ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റിക്ക് ആയിരിക്കണം സർവീസ് കൊടുക്കേണ്ടത്. ആരാ കൊടുക്കേണ്ടത്? സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? ഗവൺമെൻറ് അടയ്ക്കുമോ? ഇല്ല. ആരാ അടയ്ക്കേണ്ടത്? ബിസിനസ് എൻറ്റിറ്റിയാണ്. എന്തുകൊണ്ട്? വി ആർ ഡിസ്കസിങ് അബൌട്ട് RCM ഓർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ സപ്ലൈ ഓഫ് സർവീസസ് പ്രകാരം ഇവിടെ സർവീസ് കിട്ടുന്നുണ്ടെങ്കിൽ, ബിസിനസ് എൻറ്റിറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സർവീസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? റെസിപ്പിയൻ്റ് ആണ്. അതായത് ബിസിനസ് എൻറ്റിറ്റിയാണ്. ഓക്കെ, അതിൽ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ സർവീസസ് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആ കാറ്റഗറി ഓഫ് സർവീസസ് എന്ന് പറയുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നോക്കൂ. റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് സർവീസസ് റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ, ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങോ ലാൻഡോ അങ്ങനെ എന്തെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ അത് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഏതാ? സർവീസസ് സ്പെസിഫൈഡ് ബിലോ സർവീസസ് ബൈ എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് റെയിൽവേ. ഏതെങ്കിലും പോസ്റ്റ് അങ്ങനെ തപാൽ വരെയുള്ള എന്തെങ്കിലും സർവീസസോ അല്ലെങ്കിൽ റെയിൽവേയുടെ എന്തെങ്കിലും സർവീസസോ ആവാം. അടുത്ത എന്താ? സർവീസസ് ഇൻ റിലേഷൻ ടു എയർക്രാഫ്റ്റ് ഓർ വെസൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പ്രിസൻസ് ഓഫ് ദി പോർട്ടോ എയർപോർട്ടിലുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർട്ട് ഉള്ള തുറമുഖത്തുള്ള സർവീസസ് ആവാം. ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്, ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഗുഡ്സോ പാസഞ്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാവാം. അങ്ങനെയുള്ള സർവീസസ് ഒന്നും ഇതിൽ പെടുന്നില്ല. അത് കൂടാതെയുള്ള സർവീസസാണ് പറയുന്നത്. അങ്ങനെ ഈ സർവീസസ്, ഈ 3 എണ്ണം ഒഴിച്ച് ഏതെങ്കിലും സർവീസസ് ആണ് ഗവൺമെൻറ് ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ബിസിനസ് എൻറ്റിറ്റിയാണ് അവിടെ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, അടുത്തത് 5A എന്ന് പറഞ്ഞൊന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താ നോക്കാം. സർവീസസ് സപ്ലൈഡ് ബൈ എ സെൻട്രൽ ഗവൺമെൻറ് എക്സ്ക്ലൂഡിങ് ദി മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി, അത് റെൻറ്റിങ് ബൈ വേ ഓഫ് റെൻറ്റിങ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ ദി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താ പറയുന്നത്? ഇതേപോലെ സെൻട്രൽ ഗവൺമെൻറ് അവിടെ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊടുക്കുന്നത് ആർക്കല്ല? ബിസിനസ് എൻറ്റിറ്റിക്കല്ല, മറിച്ച് എന്താണ്? എനി പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ GST ആക്ട്. ഗവൺമെൻറ് GST റൂൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ വ്യക്തിയായിരിക്കും എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത് എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. അടുത്ത് 5B പറയുന്നുണ്ട്. എന്താ 5B? എന്താ? സർവീസസ് സപ്ലൈഡ് ബൈ എ പേഴ്സൺ ബൈ വേ ഓഫ് ട്രാൻസ്ഫർ ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്.
ഓക്കെ, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് റൈറ്റ്, എന്തെങ്കിലും റൈറ്റുകൾ ഇത് ട്രാൻസ്ഫർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വ്യക്തിയാവാം. ആ വ്യക്തി ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രൊമോട്ടർക്കാണ്. ഓക്കെ, പ്രൊമോട്ടർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊമോട്ടറാണ് എന്ത് ചെയ്യേണ്ടത്? റെസിപ്പിയൻറ്റ് ആയതുകൊണ്ട് പ്രൊമോട്ടറാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അടുത്ത് 5C എന്താ പറയുക? ലോങ് ടേം ലീസ് ഓഫ് ലാൻഡ് 30 years ഓ മോർന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബൈ എനി പേഴ്സൺ എഗെയിൻസ്റ്റ് കൺസിഡറേഷൻ ഇൻ ദി ഫോം ഓഫ് അൺഫണ്ട് എമൗണ്ട്. ഓക്കെ, എന്തെങ്കിലും കൺസിഡറേഷൻ മേടിച്ചുകൊണ്ട് ഒരു ലോങ് ടേം ലീസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി ആർക്ക് കൊടുക്കുന്നു? പ്രൊമോട്ടർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രൊമോട്ടറാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ റെസിപ്പിയൻറ്റ് ആയതുകൊണ്ട് പ്രൊമോട്ടറാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് ആറാമത്തെ എന്താ നോക്കാം. സർവീസസ് സപ്ലൈഡ് ബൈ എ ഡയറക്ടർ ഓഫ് കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻ ദി കപ്പാസിറ്റി ഓഫ് ഡയറക്ടർ ഓഫ് ദി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് സെറ്റ് ടു ദി സെറ്റ് കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ്. ഓക്കെ, എന്താണ് പറയുന്നത്? സർവീസസ് സപ്ലൈഡ് ബൈ എ ഡയറക്ടർ ഓഫ് എ കമ്പനി. ഓക്കെ, സർവീസസ് ആരാ കൊടുക്കുന്നത്? ഒരു കമ്പനിയിലെ ഡയറക്ടറാണ് കൊടുക്കുന്നത്. ഓക്കെ, ആർക്കാണ് കൊടുക്കുന്നത്? ഇൻ ദി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. ഒരു കമ്പനിയിലെ ഡയറക്ടർ വേറൊരു കമ്പനിക്കോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റിനോ എന്ത് കൊടുക്കുന്നു? സർവീസസ് കൊടുക്കുന്നു. അപ്പോൾ ആര് ടാക്സ് അടയ്ക്കും? ആര് GST അടയ്ക്കും? ആരാ അടയ്ക്കേണ്ടത്? റെസിപ്പിയൻ്റാണ് അടയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ റെസിപ്പിയൻ്റ് ആരാ അവിടെ? കമ്പനിയോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റോ ആണ്. അപ്പോൾ അവരാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടത് റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം. ദെൻ നെക്സ്റ്റ് ഏഴാമത്തെ എന്താ ഇവിടെ നോക്കുക. സർവീസസ് സപ്ലൈഡ് ബൈ ഇൻഷുറൻസ് ഏജൻറ്റ് ടു എനി പേഴ്സൺ ക്യാരിങ് ഓൺ ഇൻഷുറൻസ് ബിസിനസ്. ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്ന ആർക്കെങ്കിലും എന്ത് കൊടുക്കുകയാണ്? സർവീസ് കൊടുക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ സർവീസ് ആരാ കൊടുക്കുന്നത്? സപ്ലയർ ആരാ? എനി ഇൻഷുറൻസ് ഏജൻറ്റാണ്. ഇൻഷുറൻസ് ഏജൻറ്റാണ് സപ്ലയർ. റെസിപ്പിയൻ്റ് ആരാ? എനി പേഴ്സൺ ക്യാരിങ് ഓൺ ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്ന ആളാണ് ആരത്? ഇവിടെ റെസിപ്പിയൻ്റ് അതിൽ വരുന്നത്. അപ്പോൾ റെസിപ്പിയൻ്റ് എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. എന്തുകൊണ്ട്? റിവേഴ്സ് ചാർജ് മെക്കാനിസം ആയതുകൊണ്ട്. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഏതാ? എട്ടാമത്തെ സർവീസാണ്. അതെന്താ? സർവീസസ് സപ്ലൈഡ് ബൈ റിക്കവറി ഏജൻറ്റ് ടു എ ബാങ്കിങ് കമ്പനി ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഓക്കെ, ഇപ്പോൾ ബാങ്കുകളിലൊക്കെ അറിയാം. ഇപ്പോൾ ബാങ്കിലൊക്കെ ഇപ്പോൾ കിട്ടാക്കടം അല്ലെങ്കിൽ ബാഡറ്റോ ആയിട്ടോ അല്ലെങ്കിൽ ലോണുകളൊക്കെ വെച്ച് അടയ്ക്കാതെ വരുന്ന അവസ്ഥകളൊക്കെ വരും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും? അത് റിക്കവറി ഏജൻറ്റിനെ ഏർപ്പാടാക്കും. റിക്കവറി ഏജൻറ്റ് എന്താ ചെയ്യുക? അവിടെ നിന്ന് ആ പൈസ തിരിച്ച് ബാങ്കിലേക്ക് അടയ്ക്കാനുള്ള വഴി ഉണ്ടാക്കും. ഓക്കെ, അവരെ കൊണ്ട് അടപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ, അതെങ്ങനെ വേണമെങ്കിൽ ആവാം. അപ്പോൾ അതാണ് റിക്കവറി ഏജൻറ്റ് എന്ന് പറയുക. റിക്കവറി ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടയ്ക്കാതെ പോയ ആൾക്കാരെ കൊണ്ട് അടപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റിക്കവറി ഏജൻറ്റ് ഒരു ബാങ്കിങ് കമ്പനിക്ക് ഒരു സർവീസ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ബാങ്കിങ് കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് അടയ്ക്കേണ്ടത്. കാരണം എന്താണ്? റെസിപ്പിയൻ്റ് ആരാ? അവിടെ ബാങ്കിങ് കമ്പനിയാണ്. ആരാണ് സപ്ലയറായി വരിക? റിക്കവറി ഏജൻറ്റാണ്. റിക്കവറി ഏജൻറ്റ് ബാങ്കിങ് കമ്പനിക്ക് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ റെസിപ്പിയൻ്റ് ബാങ്കിങ് കമ്പനിയാണ്. ആയതുകൊണ്ട് റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം റെസിപ്പിയൻ്റ് ഓഫ് സർവീസസ് പ്രകാരം നമ്മുടെ ബാങ്കിങ് കമ്പനി ടാക്സ് അടയ്ക്കണം. ഓക്കെ, ദെൻ അടുത്ത് സപ്ലൈ ഓഫ് സർവീസസ് ബൈ എ മ്യൂസിക് കമ്പോസർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ് ഓർ the like by way of transfer or permitting the use of enjoyment of a copyright covered under സെക്ഷൻ 31. എന്താണ് കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു മ്യൂസിക് കമ്പോസറോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറോ ആർട്ടിസ്റ്റോ എന്ത് ചെയ്യാണ്? ഒരു എന്താ പറയുക, തൻ്റെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ആർക്ക്? മ്യൂസിക് കമ്പനിക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കി വിചാരിക്കുക. ജസ്റ്റ് കേട്ടോ, എക്സാമ്പിളാണ്. ഞാനൊരു പാട്ടുണ്ടാക്കി. ആ പാട്ട് ഞാൻ കമ്പോസ് ചെയ്തു. അതിന് കോപ്പി റൈറ്റ് എടുത്തു. ആ കോപ്പി റൈറ്റ് ഇപ്പോൾ ഒരു സിനിമയിൽ ആ പാട്ട് ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ എന്നെ സമീപിച്ചു വിചാരിക്കുക. അപ്പോൾ ഞാൻ ആ പാട്ട് ആ സിനിമയിലേക്ക് യൂസ് ചെയ്യുന്നതിനുള്ള കോപ്പി റൈറ്റ് അവർക്ക് അധികാരം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കോപ്പി റൈറ്റ് യൂസ് ചെയ്യുന്ന ആരാ? ആ മ്യൂസിക് കമ്പനിയോ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറോ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ ആവാം. ആ വ്യക്തിയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കുന്നത്. എന്താണ്? അവരാണ് എൻ്റെ സർവീസസ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, റെസിപ്പിയൻ്റ് അവരാണ്. ഞാനാണ് സപ്ലയർ. ഓക്കെ, ഞാനാണ് പാട്ട് എഴുതിയത്, ഞാനാണ് കമ്പോസ് ചെയ്തത്. ഓക്കെ, അത് അവർക്ക് ഞാൻ കൊടുക്കുന്നു, സപ്ലൈ ചെയ്യുന്നു എങ്കിൽ അവരാണ് റെസിപ്പിയൻ്റ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം അവരെന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ,
എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓക്കെ, ദെൻ 9A പറയുന്നുണ്ട് സപ്ലൈ ഓഫ് സർവീസസ് ബൈ എ ഓതർ ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ട് പെർമിറ്റിംഗ് യൂസർ എൻജോയ്മെൻറ്റ് ഓഫ് കോപ്പി റൈറ്റ്. അതേപോലെ ഒരു ഓതർ, ഓക്കെ, ഓതർ ഒരു ബുക്ക് എഴുതി, ഒരാളൊരു ബുക്ക് എഴുതി വിചാരിക്കുക, ഒരു ഓതർ ഒരു ബുക്ക് എഴുതി അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിഷർക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ പബ്ലിഷർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കോപ്പി റൈറ്റ്, അതായത് ആ ബുക്കിൻ്റെ കോപ്പി റൈറ്റ് ഞാൻ ഒരു പബ്ലിഷർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പബ്ലിഷ്മെൻറ്റ് കമ്പനിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ റെസിപ്പിയൻ്റ് ആ പബ്ലിഷറാണ്. ആ വ്യക്തി എന്ത് ചെയ്യണം, ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി കൂടി ആവണം കേട്ടോ. അതായത് ടാക്സബിൾ ടെറിട്ടറിയിലായിരിക്കണം അയാൾ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയെങ്കിൽ റെസിപ്പിയൻ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കേണ്ടത്. പബ്ലിഷറാണ് ഇവിടെ റെസിപ്പിയൻ്റ്, അതുകൊണ്ട് പബ്ലിഷർ ടാക്സ് അടയ്ക്കണം. then അടുത്തത് 10ാമത്തെ സർവീസ് പറയുന്നുണ്ട്. 10ാമത്തെ എന്താ, സപ്ലൈ ഓഫ് സർവീസസ് ബൈ എ മെമ്പർ ഓഫ് ഓവർസീയിങ് കമ്മിറ്റി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓവർസീയിങ് കമ്മിറ്റിയാണ്. ഓവർസീയിങ് കമ്മിറ്റി ആർക്ക് സർവീസ് കൊടുക്കുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നു. ഒരു ഓവർസീയിങ് കമ്മിറ്റി ഉണ്ട്, ആ ഓവർസീയിങ് കമ്മിറ്റി ആർക്ക് കൊടുക്കുന്നു, റിസർവ് ബാങ്കിന് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് അടയ്ക്കേണ്ട റെസിപ്പിയൻ്റ് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ആവുന്നു എന്നാണ് പറയുന്നത്. ദെൻ 11ാമത്തെ എന്താ, സർവീസസ് സപ്ലൈഡ് ബൈ ഇൻഡിവിജ്വൽ ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ് അതർ ദാൻ എ ബോഡി കോർപ്പറേറ്റ് പാർട്ട്ണർഷിപ്പ് ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഓർ LLP ടു ബാങ്ക് ഓർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. എന്താണ്, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ്, DSA എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ DSA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു NBFC, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു NBFC ഉണ്ടോ വിചാരിക്കുക. NBFC പറഞ്ഞ ബാങ്ക് പോലെ തന്നെ ഈ ലോണുകളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി, ഗോൾഡ് ലോൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന കമ്പനി. അതിനൊരു ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ് DSA ഉണ്ടാവും. DSA പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഉള്ള ഇപ്പോൾ ബിസിനസ്സൊക്കെ, ഇപ്പോൾ ലോൺ ചെയ്യുന്ന ഒരു NBFC ആണെങ്കിൽ ആ എന്താ DSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻറ്റുമാർ അവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ അവർക്ക് വല്ല ഇതേപോലെ അവരെ DSAമാരെ സമീപിക്കുന്ന ക്ലയൻസിനെ ആർക്ക് കൊടുക്കും, NBFCക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ DSAക്ക് എന്ത് കമ്മീഷൻ കിട്ടും, അതാണ് DSA എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഏജൻറ്റ് പോലെ, അതായത് ബിസിനസ് അവരെ സമീപിക്കുന്ന ക്ലയൻസിനെ അവർ മറ്റേ NBFCയുമായി കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കമ്മീഷൻ DSA മേടിക്കുന്നു. ഓക്കെ, അതാണ് DSA എന്ന് പറയുന്നത്. അതിൽ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള സർവീസസുകൾ DSA കൊടുക്കുന്നുണ്ടെങ്കിൽ DSA അല്ല അവിടെ ടാക്സ് അടയ്ക്കേണ്ടത്. കാരണം DSA ആണ് ഇവിടെ സപ്ലയർ ആയിട്ട് വരുന്നത്, റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബാങ്കിങ് കമ്പനിയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, അവരെന്ത് ചെയ്യണം, ടാക്സബിൾ ടെറിട്ടറിയിൽ റെസിപ്പിയൻ്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ സർവീസസ് പ്രൊവൈഡ് ബൈ ബിസിനസ് ഫെസിലിറ്റേറ്റർ ടു എ ബാങ്കിങ് കമ്പനി. എന്താണ്, ഒരു ബാങ്കിങ് കമ്പനിയിലേക്ക് ഒരു ബിസിനസ് ഫെസിലിറ്റേറ്റർ എന്ത് ചെയ്യാണ്, ബാങ്കിങ് കമ്പനിക്ക് സർവീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്, റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബാങ്കിങ് കമ്പനി ആകുന്നു, അതാണ് പറയുന്നത്. ആ ബാങ്കിങ് കമ്പനി എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കണം, ടാക്സബിൾ ടെറിട്ടറിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ 14ാമത്തെ ഏതാണെന്ന് നോക്കാം. സെക്യൂരിറ്റി സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് സപ്ലൈ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ പ്രൊവൈഡഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, സെക്യൂരിറ്റി സർവീസസ് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു അതാരാണ് കൊടുക്കുന്നത്, എനി പേഴ്സൺ അതർ ദാൻ എ ബോഡി കോർപ്പറേറ്റ് അല്ലാതെ ഏത് ആൾ വേണമെങ്കിൽ ആവാം. ആർക്കാണ് കൊടുക്കുന്നത്, എ രജിസ്റ്റേർഡ് പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. ഓക്കെ, രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ടാക്സബിൾ ടെറിട്ടറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിക്കാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സണാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. കാരണം അവരാണ് ഇവിടെ റെസിപ്പിയൻ്റ് ആയിട്ട് വരുന്നത്. 15ാമത്തെ നോക്കാം. 15ാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് റെൻറ്റിംഗ് ഓഫ് എനി മോട്ടോർ വെഹിക്കിൾ ഡിസൈൻ ടു ക്യാരി പാസഞ്ചേഴ്സ് വേർ ദി കോസ്റ്റ് ഓഫ് ഫ്യൂവൽ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി കൺസിഡറേഷൻ ചാർജ്ഡ് ഫ്രം ദി സർവീസസ് റെസിപ്പിയൻറ്റ് പ്രൊവൈഡഡ് ടു എ ബോഡി കോർപ്പറേറ്റ്. ഓക്കെ, എൻ്റെ കയ്യിലൊരു ബസ് ഉണ്ട് വിചാരിക്കുക. ഞാൻ ആ ബസ് ഒരു ബോഡി കോർപ്പറേറ്റിന് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. അവിടെ എന്താ പറയുക, റെൻറ്റിന് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലൊരു ബസ് ഉണ്ട്, ഞാനത് ഒരു ബോഡി കോർപ്പറേറ്റിന് റെൻറ്റിന് കൊടുക്കുന്നു. അവിടെ കയ്യിൽ നിന്ന് ഞാൻ ആ വണ്ടിയുടെ ഫ്യൂവൽ ചാർജ് അടക്കം എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. ഓക്കെ, റെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഫ്യൂവൽ ചാർജ്, വണ്ടിക്കുള്ള എണ്ണയുടെ ചിലവ് കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ട GST പേ ചെയ്യേണ്ട ആരാ, ബോഡി കോർപ്പറേറ്റ് ആണ്, ആരല്ല, ഞാനല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിപ്പിയൻ്റ് ബോഡി കോർപ്പറേറ്റ് ആണ്, സപ്ലയർ ആരാ, എനി പേഴ്സൺ അതർ ദാൻ ബോഡി കോർപ്പറേറ്റ് അല്ലാത്ത
ഏത് പേഴ്സണും എന്ത് ചെയ്യാം, അവിടെ സപ്ലയർ ആവാം. റെസിപ്പിയൻ്റ് ബോഡി കോർപ്പറേറ്റ് ആയിരിക്കും, അവർക്കാണ് എന്ത് ചെയ്യുക, ടാക്സ് അടയ്ക്കേണ്ട ചുമതല. കാരണം എന്താ, റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമാണ്. ലാസ്റ്റ് വൺ നോക്കാം. സർവീസസ് ഓഫ് ലെൻഡിങ് സെക്യൂരിറ്റീസ് അണ്ടർ സെക്യൂരിറ്റീസ് ലെൻഡിങ് സ്കീം. ലെൻഡിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? ബോറോവറാണ്. ഓക്കെ, ആരാണ് ആ ലെൻഡിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മേടിക്കുന്നത് അവരാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സപ്ലൈ ഓഫ് സർവീസസിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കോളം അല്ലെങ്കിൽ ഇത് ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നിങ്ങളൊന്ന് വായിച്ച് നന്നായി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയുക. അല്ല ഇതിൽ എന്തെങ്കിലും വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത എന്താ പറയുക ടോപ്പിക്കായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.